Hi students, Python ഭാഗത്തുനിന്ന് വന്ന ബാക്കി ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിലെ fourth question ആണിത്. A Python program and its corresponding output is illustrated below. അപ്പോൾ ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന പ്രോഗ്രാം. അത് നമ്മൾ റൺ ചെയ്താൽ ഔട്ട്പുട്ട് 1 ആണ് ലഭിക്കുക. ഇതിൽ വേണ്ട ചേഞ്ചസ് വരുത്തിയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് 2 ആക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെയുള്ള ഈ പറഞ്ഞിരിക്കുന്ന ബ്ലാക്ക് തന്നിടത്തൊക്കെ ഇവിടെയും ബ്ലാക്ക് ആണ്. അതുപോലെ പർപ്പിൾ എന്നുള്ള ഭാഗങ്ങൾ തന്നിടത്തൊക്കെ നമുക്ക് കൊടുക്കേണ്ടത് യെല്ലോ എന്നാണ്. അതുപോലെ ഗ്രേ എന്ന് കൊടുത്തിടത്തൊക്കെ ഈ ബോർഡർ ലൈൻസ് വന്നതൊക്കെ നമുക്ക് ബ്ലൂ ആക്കണം. അപ്പോൾ ഈ പറയുന്ന മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് 2 ആക്കി മാറ്റേണ്ടത്. Type and run the program to get output 1. Then modify the program with the required changes in order to get the second output 2. Save this program in the exam10 folder on home with your register number _ question number as its file name. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ മലയാളം ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അതിൽ ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും നൽകിയിരിക്കുന്നു. ഫ്രം ഈ ഒരു പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്യുക, അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും. അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മൾ ഔട്ട്പുട്ട് 2 ആക്കി മാറ്റുക. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിച്ച ശേഷം ഇതേ പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിനുള്ള പ്രോഗ്രാമായി മാറ്റി എഴുതുക. മാറ്റം വരുത്തിയ ഫയൽ ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ, ഫയൽ നാമമായി സേവ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിങ്ങിൽ ഐഡിയിൽ എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ പൈത്തൻ്റെ ഷെൽ ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്കൊരു ന്യൂ വിൻഡോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. പിന്നെ ഫോർ I in range 5 എന്ന് കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് കോളൻ അത് മറക്കാണ്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളിവിടെ എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെയാണ് കഴ്സർ വന്നിരിക്കുന്നത്. നമുക്ക് കാണാം മാർജിനിൽ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെയാണ് നമ്മൾ ഈ ഒരു ഫോർ ലൂപ്പിൽ വരുന്ന കാര്യങ്ങൾ ഇവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ കൊടുക്കേണ്ടത് റൈറ്റ് 72. അതിനുള്ളിൽ വീണ്ടും ഒരു ഫോർ ലൂപ്പ് കൊടുക്കുകയാണ്. അതിലും നിങ്ങൾ നോക്കിയാൽ കാണാം കഴ്സർ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഈ ഒരു ഫോർ ലൂപ്പിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ എൻ്റർ പ്രസ് ചെയ്തു. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യന് നോക്കിയാൽ കാണാം ഈ കളർ എന്നുള്ളത് നമ്മൾ ആദ്യത്തെ മാർജിന് നേരെയായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ബാക്ക് സ്പേസ് പ്രസ് ചെയ്യുക, വീണ്ടും പ്രസ് ചെയ്തിട്ട് ഇവിടെയാണ് അടുത്തത് ടൈപ്പ് ചെയ്യേണ്ടത്. കളർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക. ഇങ്ങനെ കളർ പർപ്പിൾ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി എൻഡ് ഫിൽ എന്ന് ടൈപ്പ് ചെയ്യുക. ഇത്രയാണ് നമ്മുടെ പ്രോഗ്രാമിൽ ടൈപ്പ് ചെയ്യാൻ തന്നത്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സേവ് ചെയ്യാം. ഫയലിൽ സേവ് ആസ് ക്ലിക്ക് ചെയ്തു. ഇവിടെ exam10 എന്ന് പറഞ്ഞ ഫോൾഡർ നമ്മളിവിടെ നിന്ന് ഓപ്പൺ ചെയ്തു. അന്നെങ്കിൽ സെലക്ട് ചെയ്തിട്ട് എൻ്റർ ചെയ്താലും മതി, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക്. എന്നിട്ട് നമ്മളിവിടെ ഇതിപ്പം ഹോമിൽ exam10 ഉള്ളത്. നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുത്തു, _ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. 3 എന്ന് കൊടുത്തു, സേവ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റണ്ണിൽ റൺ മൊഡ്യൂൾ നമുക്കിവിടെയുള്ള ഈ ഒരു പ്രോഗ്രാം ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ പറഞ്ഞ ഗ്രേ ലൈൻസിലൊക്കെ നമ്മൾ ബ്ലൂ എന്ന് കൊടുക്കുക. അതുപോലെ പർപ്പിൾ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് കൊടുക്കുക, യെല്ലോ എന്ന് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്കൊന്നും കൂടി ആ പ്രോഗ്രാം എടുക്കാം. ഇവിടെ പർപ്പിൾ എന്നുള്ളിടത്ത് നമുക്ക് യെല്ലോ എന്ന് കൊടുക്കുക. അത് പർപ്പിൾ എന്നുള്ള ഡിലീറ്റ് ചെയ്യുക, യെല്ലോ എന്ന് കൊടുത്തു. ഇനി അടുത്തത് നമ്മളോട് പറഞ്ഞത് പിന്നെ ഈ ലൈൻസ് ഗ്രേ ലൈൻസ് ഉള്ളിടത്ത് നമ്മൾ എന്ത് കൊടുക്കണം, ബ്ലൂ എന്ന് കൊടുക്കണം. അപ്പോൾ ഇവിടെ ബ്ലൂ എന്ന് കൊടുക്കുക. ബ്ലൂ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമുക്കൊന്നും കൂടി ഇത് റൺ ചെയ്ത് നോക്കാം. ഇനി സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. റൺ ചെയ്യുമ്പോൾ ഇവിടെ റൺ മൊഡ്യൂൾ കൊടുക്കുമ്പോൾ ഇത് സോഴ്സ് മസ്റ്റ് ബി സേവ്ഡ് ഓക്കെ ടു സേവ് എന്നുണ്ട്. അപ്പോൾ നമ്മൾ വരുത്തിയ ചേഞ്ചസ് ഇവിടെ ഓക്കെ അടിച്ചാൽ സേവ് ആവുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഇത് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെയാണ് കിടക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് പ്ലേസസിൽ ഹോമിൽ നമ്മൾ ചെയ്തതൊക്കെ exam10 എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഉണ്ടാവും. അപ്പോൾ ഹോം exam10 ഓപ്പൺ ചെയ്ത് നമ്മൾ exam10 സേവ് ചെയ്തെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് കാണാവുന്നതാണ്. എ പൈത്തൺ പ്രോഗ്രാം ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ബിലോ. പ്രോഗ്രാം ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് ഫോർ I in range. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്താൽ ഈ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിക്കുക. അതിൽ ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഔട്ട്പുട്ടാക്കി മാറ്റണം. Type and run the program to get output 1.
Then modify the program with the required changes in order to get the second output 2. Save this program in the exam10 folder on home with your register number underscore question number as its file name. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തത് നോക്കാം. അതിൻ്റെ മലയാളം ക്വസ്റ്റ്യൻ നോക്കാം ഒന്നും കൂടി. ഈ പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള ഔട്ട്പുട്ട്. അത് രണ്ടാമത്തെ ഔട്ട്പുട്ടാക്കി നമ്മൾ മാറ്റണം. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിക്കുക. അതിനുശേഷം പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിനുള്ള പ്രോഗ്രാമായി മാറ്റി എഴുതുക. മാറ്റം വരുത്തിയ ഫയൽ ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിങ്ങിൽ ഐഡിൽ ഇവിടെ നമ്മൾ ഷെല്ലിൻ്റെ അകത്തുനിന്ന് ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂ ഫയൽ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഓരോന്ന് ചെയ്യുമ്പം ഇഫിൻ്റെ ലൂപ്പിനുള്ളിൽ വരേണ്ടതാണ് ഈ ഒരു കളർ പർപ്പിൾ എന്നുള്ളത്. എൽസ് എന്ന് ടൈപ്പ് ചെയ്ത് കോളൻ കൊടുത്തു കഴിഞ്ഞാൽ എൽസിൻ്റെ ഉള്ളിലായിട്ട് വരേണ്ടതാണ്. നമ്മൾ കളർ ഗ്രേ ടൈപ്പ് ചെയ്തു. ഇനി ബാക്ക് സ്പേസ് അടിച്ചിട്ടാണ് പെൻ സൈസ് എന്നുള്ളത് ടൈപ്പ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യാം. ഫയലിൽ സേവ് ആസ് എന്ന് ക്ലിക്ക് ചെയ്തു. ഇതിൽ exam10 ഓപ്പൺ ചെയ്യുന്നു. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് കൊടുത്തു. സേവ്. ഇത്രയും കൊടുത്ത് നമ്മളിതൊന്ന് റൺ ചെയ്യാണ്. റണ്ണിൽ റൺ മൊഡ്യൂൾ. അപ്പോൾ ഈ പ്രോഗ്രാം ഇതേപോലെ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ട ചേഞ്ചസ് വരും. അപ്പോൾ ഇവിടെ ഈ പർപ്പിൾ കളറിൽ നമ്മൾ കൊടുക്കേണ്ടത് റെഡാണ്. അതുപോലെ ഈ ഗ്രേ കളറിൽ നമ്മൾ കൊടുക്കേണ്ടത് ഗ്രീനാണ്. അപ്പോൾ ആ മാറ്റം വരുത്തിയിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ ഗ്രേ എന്നുള്ളിടത്ത് ഗ്രീന്ന് കൊടുക്കുക. അതേപോലെ പർപ്പിൾ എന്നുള്ളിടത്ത് റെഡ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് റൺ ചെയ്യാണ്. റൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ഈ ഒരു പ്രോഗ്രാം നമുക്കിവിടെ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.